ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 4 യൂണിറ്റ് 4 ആണ്. ഈ ഒരു പുസ്തകത്തിലെ അവസാനത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിസർച്ച് റിപ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിബിലിയോഗ്രഫി, ഗവേഷണ റിപ്പോർട്ടും ബിബിലിയോഗ്രഫിയുടെ പ്രാധാന്യം. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നടത്തിയതിനു ശേഷം റിസർച്ചൊക്കെ നടത്തിയതിനു ശേഷം നമ്മൾ അതിനെപ്പറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് റിസർച്ച് റിപ്പോർട്ട്. ചിലപ്പോൾ ഡെസർട്ടേഷൻ ആവാം, അല്ലെങ്കിൽ ഡോക്ടറൽ തീസിസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റിൻ്റെ ഇതൊക്കെ റിപ്പോർട്ടൊക്കെ ആവാം. ഗവേഷണ കണ്ടെത്തലുകൾ രേഖാമൂലം അവതരിപ്പിക്കുന്നതാണ് ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആമുഖം, അതിൻ്റെ മെത്തഡോളജി, ബാക്ക്ഗ്രൗണ്ട്, ഡിസ്കഷന്, കൺക്ലൂഷന്, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഗവേഷണ മേഖലയെക്കുറിച്ചുള്ള പുതിയ അറിവ് ജനങ്ങൾക്ക് നൽകുന്നു. പുതിയ കണ്ടെത്തലുകൾ പഠന മേഖലയെ സമ്പന്നമാക്കുന്നു. മറ്റ് ഗവേഷകർക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് കണ്ടെത്തലുകൾ നടപ്പിലാക്കാനൊക്കെ സഹായിക്കും. ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെ വെച്ചാൽ, റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ട പ്രധാനമായിട്ടും പ്രാഥമിക ഭാഗത്ത് ഒരു കവർ പേജ് അല്ലെങ്കിൽ ടൈറ്റിൽ പേജ്, റിപ്പോർട്ടിൻ്റെ ആദ്യ പേജ്, അതിൽ വിഷയത്തിൻ്റെ തലക്കെട്ട്, വ്യക്തിയുടെ പേര്, ആരാണോ സമർപ്പിക്കുന്ന അവരുടെ പേര്, സൂപ്പർവൈസറുടെ പേര്, സമർപ്പിക്കുന്ന തീയതി, സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ഉണ്ടാവണം. തലക്കെട്ട് ഒരു 20-25 വാക്കുകൾ കൂടാൻ പാടില്ല. അനാവശ്യ വാക്കുകൾ ഒഴിവാക്കി വിഷയം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതായിരിക്കണം. പിന്നെ ഒരു പ്രിഫൈസ് വിത്ത് അക്നോളജ്മെൻറ്റ്, ഒരു പ്രിഫൈസ്, ഗവേഷകൻ എന്തിനാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത് ഇവിടെ വിശദീകരിക്കുന്നു. വിഷയത്തോടുള്ള താല്പര്യം വ്യക്തമാക്കാനുള്ള ഒരു അവസരമാണ്. മറ്റൊന്ന് അക്നോളജ്മെൻറ്റ്, ഗവേഷണത്തിൽ സഹായിച്ചവർക്ക് നന്ദി പറയുന്നൊരു ഭാഗം. ഇതൊരു ലളിതമായിരിക്കണം. പിന്നെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്, പിന്നെ ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ഈ റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പട്ടികകളുടെ പേരും പേജ് നമ്പറും. പിന്നെ ഇല്ലസ്ട്രേഷൻ, ചിത്രങ്ങൾ, മാപ്പുകൾ എന്നിവയുടെ ലിസ്റ്റ്, അതെല്ലാം ഇവിടെ കൊടുക്കണതിൻ്റെ ലിസ്റ്റ്. പിന്നെ ക്ലോസർ, റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക പദങ്ങളുടെ അർത്ഥം വിശദീകരിക്കുന്ന നിഘണ്ടു. പിന്നെ മെയിൻ ബോഡിയിൽ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും 6 അധ്യായങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഇൻട്രൊഡക്ഷൻ, അതിലാണ് ആമുഖം, അന്വേഷണ വിഷയം അവതരിപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ തിയററ്റിക്കൽ പശ്ചാത്തലം, ലൈക്ക് ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തസിസ്, പ്രധാന പദങ്ങളുടെ നിർവചനമൊക്കെ ഇതിലാണ് ഉൾപ്പെടുക. രണ്ടാമത്താണ് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ, വിഷയവുമായി ബന്ധപ്പെട്ട് മുൻകാല പഠനങ്ങൾ പരിശോധിക്കുക. പഠനത്തിന് ആവശ്യമായിട്ടുള്ള തിയററ്റിക്കൽ ഫ്രെയിം വർക്ക്, കൂപ്പർ നിർദ്ദേശിച്ചതനുസരിച്ച് ഫോക്കസ്, ലക്ഷ്യം, കാഴ്ചപ്പാട് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് ഇത് തയ്യാറാക്കാം. മറ്റൊന്ന് സാഹിത്യ അവലോകനം, വർത്തമാന കാലത്തിൽ എഴുതുന്നതാണ് ഉചിതം. എന്നാൽ ഒരാളുടെ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. മൂന്നാമത്താണ് റിസർച്ച് ഡിസൈന്, പഠനം എങ്ങനെ നടത്തി എന്ന് വിശദീകരിക്കുന്നത്. വേരിയബിളുകൾ, സാമ്പിൾ തിരഞ്ഞെടുക്കുന്ന രീതി, വിവരശേഖരണത്തിനുള്ള ഉപകരണങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ, ഇതൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ, അതായത് റിപ്പോർട്ടിൻ്റെ ഒരു ഏറ്റവും സെൻട്രൽ ആർഗ്യുമെൻറ്റ്, ശേഖരിച്ച വിവരങ്ങൾ ടാബ്ലേഷൻ നടത്തി വിശകലനം ചെയ്യുന്നു. പട്ടികകളും ഗ്രാഫുകളും ഉപയോഗിച്ച് ഫലങ്ങൾ വിശദീകരിക്കുന്നു. ഓരോ ഹൈപ്പോത്തസിസും എങ്ങനെ പരിശോധിച്ചു എന്നിവിടെ വിവരിക്കുന്നു. മറ്റൊന്ന് മെയിൻ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ, അതായത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. ഈ കണ്ടെത്തലുകളെ മുൻകാല പഠനങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണെന്നൊക്കെ ഇവിടെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ കൺക്ലൂഷൻ, സജഷൻസ്, പഠനത്തിൽ നിന്നുള്ള സാമാന്യവൽക്കരണങ്ങളും പ്രത്യാഘാതങ്ങളും അവതരിപ്പിക്കുക. കൂടുതൽ പഠനങ്ങളും നിർദ്ദേശങ്ങളും പഠനത്തിൻ്റെ പരിമിതികളും ഇവിടെ രേഖപ്പെടുത്തുക. സമ്മറി, മുഴുവൻ ഗവേഷണ റിപ്പോർട്ടിൻ്റെ ഒരു ചുരുക്കരൂപം ചിലപ്പോൾ അവസാനമായിട്ട് നൽകും. പിന്നെ ഇതിൻ്റെ എഴുത്ത് രീതി എന്ന് പറയുന്നത് ലളിതവും വ്യക്തമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം. വ്യക്തമായ മുൻവിധികൾ ഒഴിവാക്കി വസ്തുനിഷ്ഠമായിരിക്കണം. കഴിഞ്ഞുപോയ കാര്യമായതുകൊണ്ട് റിപ്പോർട്ട് ഭൂതകാലത്തിൽ പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ ഒഴിവാക്കണം. ഡോക്ടർ, പ്രൊഫസർ തുടങ്ങിയിട്ടുള്ള സ്ഥാനപ്പേരുകൾ ഒഴിവാക്കി ഗ്രന്ഥകർത്താവിൻ്റെ പേര് മാത്രം ഉപയോഗിക്കുക. പിന്നെ റെഫറൻസ്, ടെക്സ്റ്റ്, ഫുട് നോട്ടൊക്കെ, അതായത് സൈറ്റേഷൻ, മറ്റൊരു സ്രോതസ്സിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്രന്ഥകർത്താവിൻ്റെ പേരും വർഷവും നൽകണം. അതായത് എവിടുന്നാണ് നമ്മൾ എടുത്തത് എന്നുള്ളത്. ഉദ്ധരണികളാണെങ്കിൽ പേജ് നമ്പർ. പിന്നെ ഫുട് നോട്ട്, പേജിൻ്റെ താഴെ നൽകുന്ന കുറിപ്പുകൾ പെട്ടെന്നുള്ള റെഫറൻസിനും വിശദീകരണങ്ങൾ നൽകാനൊക്കെ സഹായിക്കും. പിന്നെ ഐബിഡ്, ഓരോ കൃതിയിൽ നിന്നും തൊട്ട് താഴെ വീണ്ടും വരുമ്പോൾ ഐബിഡ് എന്ന് ഉപയോഗിക്കുന്നു. OP.cite, ഒരേ കൃതി തന്നെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരുമ്പോൾ OP.cite എന്ന് ഉപയോഗിക്കുന്നു. പിന്നെ അവസാനം റെഫറൻസുകളും അനുബന്ധങ്ങളും. പ്രധാനമായിട്ടും റെഫറൻസുകൾ, റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ നേരിട്ട് ഉദ്ധരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എന്നിവയുടെ ലിസ്റ്റ്. ബിബിലിയോഗ്രഫി, റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിട്ടില്ലെങ്കിലും വായനയ്ക്കായി ഉപയോഗിച്ചതോ റെഫർ ചെയ്തതായ എല്ലാ പുസ്തകങ്ങളുടെയും ലിസ്റ്റ് ഇതിൽ പെടുന്നു. കൂടുതൽ വിശാലമാണ്. ഇത് വ്യത്യസ്ത ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ APA, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. മറ്റൊന്ന് ചിക്കാഗോ, വേറെ ടൈപ്പാണ്. പിന്നെ അപ്പൻഡിക്സ്, ചോദ്യാവലി, അധിക വിവരങ്ങൾ എന്നിവയൊക്കെ റിപ്പോർട്ടിൻ്റെ അവസാനം അനുബന്ധമായിട്ട് നൽകുന്നു.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു സമ്മറി നോക്കാം. പ്രൈമറി സെക്ഷൻ അതിൽ ഈ സാധനങ്ങളാണ് വേണ്ടത്: കവർ പേജ്, ടൈറ്റിൽ പേജ്, പ്രിഫേസ്, അക്നോളജ്മെൻറ്റ്, ടേബിൾ ഓഫ് കണ്ടൻറ്റ്, അങ്ങനെയുള്ളത്. മെയിൻ ബോഡിയിൽ ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസർച്ച് ഡിസൈൻ, ഡാറ്റ അനാലിസിസ്, ഫൈൻഡിങ്, കൺക്ലൂഷൻ, സമ്മറി. മെയിൻ സെക്ഷനിൽ റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ് ഭാഗങ്ങളാണ് ഉണ്ടാവും. പിന്നെ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ചെയ്തിട്ടുള്ള എല്ലാ കൃതികളും ഉൾപ്പെടും. റെഫറൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ ഉദ്ധരിച്ച കൃതികൾ മാത്രം. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇത് കുറച്ചുകൂടെ വിശാലമാണ് ബിബ്ലിയോഗ്രഫി, മറ്റേത് പരിമിതമാണ്. വായനക്കുള്ള ലിസ്റ്റാണ്, മറ്റേത് സ്രോതസ് തെളിയിക്കാനാണ് റെഫറൻസ് ഉപയോഗിക്കുക. പിന്നെ ഐബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെയിം പ്ലേസ്, അതേ സ്ഥലത്ത് എന്നുള്ള അർത്ഥം. അതായത് സെയിം സോഴ്സ്, ഇമ്മീഡിയറ്റ് ഫോളോയിങ്, തൊട്ട് താഴെ അതേ അങ്ങനെ വരും. ഓപ്പിറോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ച കൃതിയിൽ ഇടവേളയ്ക്ക് ശേഷം അതേ സ്രോതസ് വരും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ഓവർവ്യൂ, ഈ ഓരോ പാഠത്തിൻ്റെയും ഒരു ഓവർവ്യൂ നോക്കാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റ്. അതെന്താ? എൻലൈറ്റൻമെൻറ്റ്, 18-ാം നൂറ്റാണ്ടിലെ യുക്തിയുടെ യുഗം, പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുകയും യുക്തിക്കും ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. പിന്നെ റീസൺ ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മനസ്സിലാക്കാൻ യുക്തിയും ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് രീതികളാണുള്ളത്. ഓന്തോളജി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദെയർ, എന്താണുള്ളത്, യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ്. റിയലിസ്റ്റ്, റിലേറ്റിവിസ്റ്റ് എന്നുള്ളതാണ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം, അറിവിൻ്റെ സ്വഭാവത്തെയും ഉറവിടത്തെയും കുറിച്ചുള്ള പഠനമാണ്. എംപരിസിസം, റേഷണലിസം ഒക്കെയാണ് വരുന്നത്. ഹെർമനെറ്റിക്സ്, സാമൂഹിക പ്രവർത്തനങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രം. പിന്നെ കാറ്റീസിയൻ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഉണ്ട് ആ ഒരു സാധനം വന്നു. പിന്നെ പോസിറ്റിവിസം. ഞാൻ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി നിങ്ങൾ. കാരണം ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് പല ഓരോ യൂണിറ്റിലും. പിന്നെ പാരഡൈം, യൂണിറ്റ് 3 ഓരോ പാരഡൈം. പിന്നെ ബ്ലോക്ക് 2 നാച്ചർ ഓഫ് സോഷ്യൽ റിയാലിറ്റി എന്താണ്, ബൈനറീസ്, റിഫ്ലെക്സിവിറ്റി, സോഷ്യൽ ഇമാജിനേഷൻ, റൈറ്റ് മിൽസാണ് കൊണ്ടുവന്നത്. ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. പിന്നെ പൊളിറ്റിക്സ് ഓഫ് നോളജ്, യൂറോസെൻട്രിസം, യൂറോപ്യൻ സംസ്കാരത്തെ ലോകത്തിൻ്റെ കേന്ദ്രമായി കാണുന്ന ഡീകോളനൈസേഷൻ, റിസർച്ച് എത്തിക്സ്, അപ്രോച്ചസ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റുകൾ, ഓരോ ടൈപ്പ് റിസർച്ച് ടൈപ്പുകൾ. പിന്നെ സ്റ്റെപ്പ്, ഇതും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. കാരണം ഒരുപക്ഷേ ലോങ് എസ്സേക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റിസർച്ച് ഡിസൈനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.